അമ്മ എന്നോട് പറഞ്ഞുകൊണ്ട് നല്ല അടിപൊളി സ്പോട്ടിലേക്കാണ് പോകുന്നതെന്ന്. പോകുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട് ഈ റോഡ് കണ്ടോ? ഞാൻ പറഞ്ഞു നല്ല റോഡല്ലേ എന്ന്. ഞാൻ പറഞ്ഞു ഓ നല്ല അടിപൊളി റോഡ് തന്നെയെന്ന്. അങ്ങനെ ഓള് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ സാധാരണ റോഡ് മേലെ എത്തിയിട്ടോ, നല്ല കുണ്ടും കുയ്യുള്ള റോഡ് മേലെ തന്നെ. ഞാൻ പറഞ്ഞു എൻ്റെ മോളെ ഒരു ഓട്ടോറിക്ഷക്കാരൻ അതുപോലെ ഏലിയ വളയ്ക്കാന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഓലൊക്കെ അടിപൊളിയാണ് എന്ന്. അങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ റോങ് ആയിട്ട് തന്നെ ഞാനിപ്പുറത്തൂടി കട്ട് ചെയ്തിങ്ങ് പോയി. മുമ്പിലുള്ള കുട്ടികൾ നമ്മളെ മുഖത്തേക്കൊരു നോട്ടം. ഞാൻ ഹായും പറഞ്ഞിട്ട് ഇങ്ങനെ പോവല്ലേ. പോകുന്ന സമയത്ത് ഒരു രക്ഷയില്ല. നല്ല റോഡ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതിനെ കൊണ്ട് മുമ്പിലൊരു കാറും റോഡ് നിറച്ച് കുണ്ടും. അങ്ങനെ ഞാൻ വണ്ടി ഇവിടെ അങ്ങ് സൈഡാക്കി കാറുകാരൻ അതിലൂടെ തന്നെ പോകേണ്ട ഒരു കാര്യം വന്നിട്ടോ, സോറി അതിലൂടെ തന്നെ അങ്ങ് പോയി എന്നും വേണേൽ പറയാം. അങ്ങനെയെല്ലാം കൂടി മുന്നോട്ടേക്ക് പോകുന്നവരുണ്ട് എൻ്റെ മക്കളെ. ഞാൻ ബേക്ക് കണ്ട് ആരുത് നമ്മളെ കാതർക്കാൻ്റെ ബേക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ല കാതർക്കല്ലേ പോകുന്നതെന്ന്. അന്നേരം അമ്മ വെച്ച് അറിയാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയാമെന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞാന്ന്. അപ്പോൾ കാതർക്കാരനോട് ഞാൻ പോയിക്കേ എന്ന് വെറുതെ പറയുകയൊക്കെ ചെയ്തിട്ട് ഞാളെന്താക്കി നേരെ ഇങ്ങോട്ടേക്ക് പോയി. അടിപൊളി ഒരു സ്പോട്ടാണ്. ഫാമിലി കപ്പിൾസൊക്കെ വന്നിരിക്കുന്ന ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെ. റോട്ടുമ്മലായാലും എവിടെ ആയാലും ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. ഞാൻ ഇങ്ങനെ പതുക്കെ പോകുന്ന ആർക്കും ഇഷ്ടമില്ല, അമ്മുവിന് ഇഷ്ടമില്ല. അന്നേരം എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് വണ്ടി ഇങ്ങ് എടുക്കുക, ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെ ഞാൻ വണ്ടിയും കൊടുത്തു. എന്നാൽ പിന്നെ അവിടെ നിന്ന് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് വണ്ടി കൊടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ എന്നാൽ പിന്നെ പൂവല്ലേ പിടിച്ചിരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ഞാൻ ഇരുന്നിക്ക് വിടുത്തോ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി സ്പീഡിൽ തന്നെ കേട്ടോ അവൾ പോകുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്പീഡിലൊന്നും വണ്ടി പോകരുത് എന്ന്. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞ മാതിരി തന്നെ നോക്കി ഞങ്ങൾ റോഡ് നിറച്ച ആൾക്കാർ ഇരിക്കുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരാൾ റോട്ടുമ്മൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്പോട്ടാട്ടോ, നല്ല അടിപൊളി സ്പോട്ട് തന്നെ. കാരണം എന്ന് വെച്ചുകൊണ്ട് ഫാമിലി കപ്പിൾസൊക്കെ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ, അല്ല റോട്ടുമേൽ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ ആ കാറുകാരനെ ഇപ്പം തട്ടുന്നൊന്നും റോട്ടുമേൽ ഇരിക്കുന്നത് ഇല്ല. പക്ഷേ ഞാൻ ലേശം സൈഡ് കൊടുത്തതിനോട് കാറത്ത് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നമ്മളെടുത്ത് ബീച്ചിലെത്തി നോക്കുന്നേരം വെള്ളത്തുനിന്ന് നല്ല കളിയാണ്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ പൂവല്ലേ ഇത്, സമയം കുറേ അതിനെക്കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ സമയം വയ്ക്കണ്ടാന്ന്. ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് കിട്ടും. ഇരുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കാനും ഒക്കെ എൻ്റെ ഫാമിലീസൊക്കെ ഉണ്ട് അവിടെ സൈഡിൽ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അന്നേരം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു സ്ഥലം കൂടിയാണ് കുറച്ച് മുന്നോട്ടേക്ക്. ഞാൻ പറഞ്ഞു കുറച്ച് മുന്നോട്ടേക്കൊന്നും കഴിയില്ല, എൻ്റെ അമ്മ എൻ്റെ വിളിച്ചിട്ട് വേഗം പോകാൻ. അങ്ങനെ ഞാൻ എൻ്റെ ചെരുപ്പ് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ബീച്ചിലേക്ക് ഇറങ്ങി. അങ്ങനെ ചെരുപ്പ് കൊടുത്തിട്ട് അങ്ങോട്ട് പോയി. ഹെൽമെറ്റ് കഴുകാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെരുപ്പ് കഴിയിട്ട് ഞാനങ്ങ് പോയി. ഇതേടെയല്ല കേട്ടോ, നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്പോട്ട്. സാധാരണ ഗോവയിലൊക്കെ പോയൊരു ഫീലുണ്ടല്ലോ, മിനി ഗോവ എന്നൊക്കെ പറയുന്നൊരു സ്പോട്ടും കൂടിയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്പോട്ടാണ്. ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും ഒക്കെ പോകാൻ പറ്റുന്നൊരു സ്പോട്ടും കൂടിയാണ്. പിന്നെ ഒരു അടിപൊളി സ്പോട്ടുണ്ട്, നല്ല അടിപൊളി കല്ല് എന്ന് പറഞ്ഞിട്ട് ആ കല്ലിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. ആര് അതാണ്ട ഈ കല്ലിൻ്റെ മുകളിലേക്ക് കയറി ഇരുന്നിട്ട് പറയാം സൂര്യൻ ഒന്ന് പിടിക്കണം. ഞാൻ പറഞ്ഞു നീ ഇങ്ങ് പോരി, സൂര്യൻ നമുക്ക് പിന്നെ പിടിക്കാം. പിന്നെ ആടെ ഒരു ഓല ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് ആ പോകുന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗുൽമാലിനെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.